ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നേഹ മാത്യൂസ് യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്തായിട്ടായിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് വന്നേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മുമ്പാണ് നമ്മൾ ലാസ്റ്റായിട്ട് റിവ്യൂ ചെയ്തതെന്ന് പറഞ്ഞാൽ ധൂമത്തിൻ്റെ ട്രെയിലറായിരുന്നു. ധൂം ട്രെയിലറായിരുന്നു ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്ത സിനിമ ട്രെയിലർ എന്ന് പറയുന്നത്. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഷോ തന്നെ പോയി, ഫസ്റ്റ് ഷോ അല്ലായിരുന്നു, ഫസ്റ്റ് ഡേ ഉച്ചയ്ക്കത്തെ സമയത്ത് ഷോയ്ക്ക് ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ധൂമം. പക്ഷേ എനിക്ക് അത്രയും ഓക്കേഷ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അങ്ങോട്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കരമായിരുന്നു. ഹോംബാലി ഫെയിംസ് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാനത് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, എനിക്ക് അത്ര എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ KOK കിങ് ഓഫ് കൊത്ത നമ്മുടെ DQ അഭിനയിക്കുന്ന അടിപൊളി ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണെന്നാണല്ലോ പറയണത്. അപ്പം അഭിലാഷ് ജോഷി ഡയറക്റ്റ് ചെയ്തേക്കുന്ന, ഐ തിങ്ക് ഹിസ് ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെന്ന് തോന്നുന്നു. ആൻഡ് മ്യൂസിക് ചെയ്തേക്കുന്നത് നമ്മുടെ സ്വന്തം ജേക്സ് ബിജോയ് ആൻഡ് ഷാൻ റഹ്മാനാണ്. ആൻഡ് സ്കോർ ചെയ്തേക്കുന്നത് ജേക്സ് ബിജോയ് ആണ്. സോ നമുക്കറിയാം ജേക്സ് ബിജോയ് സാറിൻ്റെ ഒക്കെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ലൈക്ക് നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക്കൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ സിനിമകളിലാണെങ്കിലും. അപ്പോൾ എന്തായാലും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. ദുൽഖർ സൽമാൻ, ഐശ്വര്യ ലക്ഷ്മി, അനിക സുരേന്ദ്രൻ, അങ്ങനെ കുറേ, നൈല ഉഷ, അങ്ങനെ കുറേ പേരുണ്ട്. കുറേ പേരടങ്ങുന്ന ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കിങ് ഓഫ് കൊത്ത. അപ്പം നമുക്കതിൻ്റെ ടീസർ കാണാം. ഐ എം എക്സൈറ്റഡ്. ഇത് കുറച്ച് മുമ്പ് ഇറങ്ങിയതാണ്, ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഇതൊരു കണ്ടില്ല, നിങ്ങളോട് കാണാൻ ഓർത്തു. സോ കമോൺ ഗൈസ്, ലെറ്റ്സ് വാച്ച് ദ ടീസർ. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തിരുന്നു. അവരുടെ മക്കളെ കൊന്നു തിന്നുന്ന ആ ഭൂതത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ രാജാവിന് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിച്ചു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു. നമ്മുടെ രാജാവാണ് DQ. KOK എന്നാ വണ്ടിയുടെ ബാക്കിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? ഇത് ഗാന്ധിഗ്രാമമല്ല, കൊത്തയാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. ഓ, ഗോകുൽ സുരേഷ് ഉണ്ട്, ശരിയാ. എല്ലാ ലാംഗ്വേജിലും ഇറങ്ങുന്നുണ്ട്. എൻ്റെ മോനെ കണ്ടിട്ട് വേർക്കുന്നു, കണ്ടിട്ട് എൻ്റെ പൊന്നെ. ഇത് സ്ഥലം കൊത്തയാ. ഇവിടെ ഞാൻ പറയുമ്പോൾ രാവിലെ, ഞാൻ പറയുമ്പോൾ രാത്രി. കേട്ടല്ലോ, അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ സുട്ടടേ. ഓഫ്, നിമിഷ രവിയാണ് ഇത് എൻ്റെ സിനിമാറ്റോഗ്രാഫി DOP ചെയ്തേക്കുന്നത്. എന്താ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് എൻ്റെ പൊന്നെ. ഓഫ്, എല്ലാവരുടെയും നൈല ഉഷയുടെ ഓവറോൾ അപ്പിയറൻസ് ആണെങ്കിലും, ഗോകുൽ സുരേഷ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനായ ഗോകുൽ സുരേഷ് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പുള്ളിയുടെ ലുക്കാണെങ്കിലും എല്ലാവരും, അതുപോലെ തന്നെ മ്യൂസിക്കോ, BGM. ഐ തിങ്ക് ദിസ് ഇസ് ഗോണ ബി മാസീവ്. നമുക്ക് എല്ലാവർക്കും അറിയാം കിങ് ഓഫ് കൊത്ത എന്തായാലും മാസീവ് ആയിരിക്കും എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് കിങ് ഓഫ് കൊത്ത ആൻഡ് ഇറ്റ്സ് ദുൽഖർ സൽമാൻ. ഇറ്റ്സ് അങ്ങനെ കുറേ ആസ്പെക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു മാസീവ് ആയിരിക്കും എന്നറിയാം. ആൻഡ് ഐ തിങ്ക് ഇത് റിലീസാവുന്നത് ഓഗസ്റ്റിലല്ലേ, ഓഗസ്റ്റ് അവസാനത്തേക്കാണ് ഇത് റിലീസാവുന്നത്, കിങ് ഓഫ് കൊത്ത റിലീസാവുന്നത്. അപ്പോൾ ഒരു അന്ത്യശ്വാസമല്ല, ഒരു നല്ല ദീർഘശ്വാസം എടുത്ത് വലിച്ചു വിട്ടതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കുന്നത് ഞാനിങ്ങനെ എഡ്ജിലായിരുന്നു. ഇതെന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. ഡയലോഗ് ആണെങ്കിലും അടിപൊളി, ഡയലോഗ് ഡെലിവറിയൊക്കെ ആണെങ്കിൽ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങളെല്ലാവരും പോയിട്ട് കിങ് ഓഫ് കൊത്തയുടെ ടീസർ കാണും. ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടതുള്ളൂ. ഞാൻ ചിലപ്പോൾ വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ കാണുന്നതായിരിക്കും, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയും വീഡിയോസ് ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.